CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിന് പരസ്യമായി പ്രതിഷേധം അറിയിച്ച മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ നാളെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. പരസ്യ പ്രതിഷേധം നടത്തിയതിന് തനിക്കെതിരെ നടപടിയെടുക്കാൻ പത്മകുമാർ ആവർത്തിച്ച് പാർട്ടിയെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ജില്ലയിൽ പാർട്ടി വിഭാഗീയത രൂക്ഷമായി മാറിയിരിക്കുകയാണ്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ഇനി ഒരു പാർട്ടി മാറ്റം തനിക്കില്ല, താൻ ഈ ഒരു പാർട്ടിയിൽ തന്നെയാണ് തുടങ്ങിയത്, ഇവിടെ തന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോഴും നമുക്കറിയാം പാർട്ടി സ്വയം നടപടിയെടുക്കട്ടെ, അതിനുശേഷം മറ്റ് തീരുമാനങ്ങൾ എടുക്കാം എന്നൊരു മനോഭാവത്തിലാണ് പത്മകുമാർ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഒരു പാർട്ടി മാറ്റ സാധ്യത കൂടി കാണുന്നുണ്ട് എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ടല്ലേ ഈ ഒരു ഘട്ടത്തിൽ? ദേവിക, ഇന്നലെ ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലെത്തി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പത്മകുമാറിനെ അനുരഞ്ജന നീക്കത്തിലൂടെ പാർട്ടിയുടെ വരുതിയിലാക്കുന്നതിനുള്ള ശ്രമമാണ് ഇതെന്നായിരുന്നു പൊതുഭാഷ്യം. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പത്മകുമാർ താൻ പാർട്ടിക്ക് വിധേയപ്പെട്ടോ, ഏതെങ്കിലും തരത്തിൽ തന്റെ നിലപാടുകളിൽ മാറ്റങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഇന്ന് രാവിലെയും അദ്ദേഹം യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല. തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇനി പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിന് തനിക്കെതിരെ നടപടിയെടുക്കൂ എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പാർട്ടിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത്. പരസ്യ പ്രതികരണമാണ് നടത്തിയത്, സംഘടനാപരമായി തെറ്റാണ്, അതുകൊണ്ട് തന്നെ തനിക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പാർട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി നാളെ തരുന്ന ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളുടെ സാന്നിധ്യത്തിലായിരിക്കും നാളെ ജില്ലാ കമ്മിറ്റി ചേരുക. ഈ ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറും പങ്കെടുത്തേക്കും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ പരസ്യ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്മകുമാർ പാർട്ടിക്കെതിരെ നടത്തിയപ്പോൾ തന്റെ പ്രശ്നങ്ങൾ, മറ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം തനിക്ക് ജില്ലാ കമ്മിറ്റിയിൽ പാർട്ടി ഘടകത്തിൽ തന്നെ സംസാരിക്കുന്നതിനുള്ള ഒരു വേദിയായിരിക്കും നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗം. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഈ ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത നടപടി പത്മകുമാറിന് ഉണ്ടാവുകയാണെങ്കിൽ അത് ജില്ലയിൽ പാർട്ടിയുടെ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാരണമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ കുറെ കാലമായിട്ട് അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾക്കിടയിൽ ഈ വീണ ജോർജിനെ കൂടുതൽ പരിഗണനകൾ പാർട്ടി നൽകുന്നു എന്ന തരത്തിലുള്ള ഭിന്നസ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ലോക്കൽ സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം വരെ പൂർത്തിയാക്കിയപ്പോൾ പലതരത്തിലുള്ള ഭിന്ന സ്വരങ്ങൾ, വിഭാഗീയ പ്രശ്നങ്ങൾ പാർട്ടിയിൽ നിലനിൽക്കുകയും അതെല്ലാം ഒത്തുതീർപ്പിലൂടെയും പരിഹാര ശ്രമങ്ങളിലൂടെയും എല്ലാം നടത്തി തീർപ്പാക്കിക്കൊണ്ടായിരുന്നു ജില്ലാ സമ്മേളനം പൂർത്തീകരിക്കാനും സാധിച്ചത്. ഇപ്പോൾ എ പത്മകുമാർ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുമ്പോൾ ഇത്തരത്തിൽ പത്തനംതിട്ട CPM-നുള്ളിൽ നിലനിന്ന വിഭാഗീയതകൾ, അസ്വാരസ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പരസ്യമായി പ്രകടമാവുകയും ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ അസ്വസ്ഥരാണ്, പാർട്ടിയിൽ തങ്ങൾക്ക് നീതികേട് അനുഭവപ്പെടുന്നുണ്ട് എന്ന തരത്തിൽ താൻ മാത്രമല്ല കൂടുതൽ ആളുകളും ഇത്തരത്തിൽ രോക്ഷാകുലരാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് പത്തനംതിട്ട CPM-ലെ വിഭാഗീയ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതിന് മുമ്പ് ഇവ പരിഹരിക്കുന്നതിനുള്ള ശ്രമമായിരിക്കും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ദേവിക.